Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് 7th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. ഏതൊക്കെയാണ് SI ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ദെൻ ലാസ്റ്റ് മൊമെന്റിൽ ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അത് മാത്രമല്ല ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രോബ്ലം പേപ്പറാണ്. 5 മൊഡ്യൂൾസ് ആയിട്ട് ആസ് യൂഷ്വൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 5 മൊഡ്യൂളിന് ഒരു 8 ചാപ്റ്റേഴ്സ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ആണ് ആദ്യം പറയുന്നത്. ഓക്കെ, നമുക്ക് 8 ടോപ്പിക്സ് കാണാൻ സാധിക്കുമെങ്കിലും ഇതിലെ ചങ്ക് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 4 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ നിന്ന് 3 പാർട്ടിലും ചോദ്യങ്ങൾ വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം, 2 വെയിറ്റേജിൻ്റെ തിയറി പ്രോബ്ലം വരും, എസ്സേ 3 പാർട്ടിലും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇക്വേഷൻസ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് അടിക്കാൻ സാധിക്കും. സോ നമ്പർ 1 ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി നമ്പർ 2 വലിയ ചാപ്റ്റർ ആണ്, ബട്ട് അതിൽ പിക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. 3 പാർട്ടിലും ചോദ്യങ്ങൾ വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്ന ടോപ്പിക്കാണ് ലിവറേജ് അനാലിസിസ്. ഇതും 3 പാർട്ടിലും പ്രതീക്ഷിക്കാം. പ്രോബ്ലംസ് 2 വെയിറ്റേജ് ആയിട്ടും 3 വെയിറ്റേജ് ആയിട്ടും നമുക്ക് SCക്കും കാണാറുള്ള മറ്റൊരു ടോപ്പിക് ലിവറേജ് അനാലിസിസ്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിവിഡൻഡ് ഡിസിഷൻ. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ കഴിഞ്ഞാൽ പിന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറും വരുന്നുണ്ട്. ആദ്യം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്ന് അത്രത്തോളം ചോദ്യങ്ങൾ കണ്ടുവരാറില്ല. ഇപ്പം SCക്ക് ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് ഇതിൽ നിന്ന് SA ഇടുന്നുണ്ട്. അപ്പം എന്നാലും പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റിലവൻസ് കൊടുക്കാൻ പറയുന്നത് നമ്പർ 1 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, നമ്പർ 2 ലിവറേജ് അനാലിസിസ്, ദെൻ നമ്പർ 3 ഡിവിഡൻഡ് ഡിസിഷൻ, മൂന്നാമത് നിങ്ങൾ ഡിവിഡൻഡ് പഠിക്കുക, ദെൻ നമ്പർ 4 വർക്കിംഗ് ക്യാപിറ്റൽ, നമ്പർ 5 ക്യാപിറ്റലൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഈ 5 എണ്ണം, അതിൽ ആദ്യത്തെ 4 എണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 70% സ്കോർ ചെയ്യാൻ സാധിക്കും. അതിനേക്കാൾ കൂടുതൽ 80% ആ ഒരു ലെവലിലോട്ട് പോകാൻ 5ാമത്തെ ഈ ചാപ്റ്ററും കൂടി നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായി. പിന്നെ ബാലൻസ് ഉള്ള ഏരിയാസ്, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി, സെക്കൻഡ് ചാപ്റ്റർ ഇതിൽ നിന്നും അധികം വരുന്നില്ല. ഇപ്പോൾ തേർഡ് ചാപ്റ്റർ സോഴ്സസ് ഓഫ് ലോങ് ടൈം ഫിനാൻസ്, ഇതൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ചങ്ക് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. 5 എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ 4 എണ്ണമാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, SA വരുന്നതൊക്കെ അതിൽ നിന്നാണ്. പാറ്റേൺ പറയുകയാണെങ്കിൽ പാർട്ട് എയിലെ 7 ചോദ്യങ്ങളിൽ ഇപ്പോൾ 5 തിയറി ചോദ്യങ്ങളും 2 പ്രോബ്ലംസും, ചില സമയത്ത് 6 തിയറിയും 1 പ്രോബ്ലമാണ് കണ്ടുവരാറ്. അതാണ് പാർട്ട് എ. പാർട്ട് ബിയിലാണെങ്കിൽ 4 പ്രോബ്ലംസും 3 തിയറിയാണ് സാധാരണ കണ്ടുവരാറ്. ഇനി പാർട്ട് സിയിലെ SCക്ക് ടോട്ടൽ 4 ചോദ്യങ്ങളിൽ 3 പ്രോബ്ലംസും 1 തിയറിയാണ് കണ്ടുവരാറ്. ആ തിയറി മിക്കതും ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഇടാറുണ്ട്. ഓക്കെ, ആദ്യത്തെ ചാപ്റ്റർ തിയറി ചാപ്റ്ററിൽ നിന്ന് ഒരു SA, ദെൻ 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, 3 പാർട്ടിലും തിയറി വരാറുള്ള ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂ. ഇനി നമുക്ക് ഓരോ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. സോ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ് ആണ്. സോ ഞാൻ പറഞ്ഞു ബേസിക്സ് ആണ് ഇതിൽ വരുന്നത്. ഫിനാൻസ് എന്താണെന്നുള്ളത് ആദ്യം നോക്കാനുണ്ട് നമുക്ക്. അതിനുശേഷം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കി വയ്ക്കാം. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ മീനിങ് നോക്കാം. 2 വെയിറ്റേജിൻ്റെ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൽ വെൽത്ത് മാക്സിമൈസേഷനെ റിലേറ്റ് ചെയ്തുള്ള കൺസെപ്റ്റ് ആണ്
ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണ്, വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ്, വാല്യൂ മാക്സിമൈസേഷൻ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ്. നിർബന്ധമായും പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. 2 വെയിറ്റേജ് ആയിട്ടോ 3 വെയിറ്റേജ് ആയിട്ടോ ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യം നോക്കി വയ്ക്കുക. അതാണ് ആദ്യത്തെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. ദെൻ പിന്നെ ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് ഇത് നോക്കി വയ്ക്കാം. 3 വെയിറ്റേജ് ആയിട്ടോ 2 വെയിറ്റേജ് ആയിട്ടോ ചോദിക്കാം. ചില സമയത്ത് എസ് ആയിട്ട് വരുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിൻ്റെ ഫങ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ തിയറി ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പഠിക്കാനുള്ള വരും ചാപ്റ്ററുകളിൽ. അതാണ് പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു ഏരിയ. ദെൻ അതിന് ശേഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ടാക്സ് എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. ദെൻ ഈ ഒരു ഏരിയ ഫിനാൻസ് മാനേജർ ആരാണ്, റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് മാനേജർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 വെയിറ്റേജിലും 3 വെയിറ്റേജിലും മാറി മാറി വരാറുള്ളൊരു ഏരിയ ആണ്. ഈസി ക്വസ്റ്റ്യൻ. ചില സമയത്ത് 3 വെയിറ്റേജിൽ ചോദിക്കാറുണ്ട്. ഈ 10-12 പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് വെച്ചാൽ കിട്ടും. റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫിനാൻസ് മാനേജർ ചിലപ്പോൾ അത് 2 വെയിറ്റേജ് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നിർബന്ധമായും പഠിക്കണം. ഈസി ക്വസ്റ്റ്യൻ ആണ് വരാറുള്ളതാണ്. നെക്സ്റ്റ് ഏജൻസി പ്രോബ്ലം ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 2 വെയിറ്റേജിൽ വരാറുള്ള മറ്റൊരു ചോദ്യം. ഏജൻസി പ്രോബ്ലം റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. ഓക്കെ, നോക്കി വെക്കുക. ഓക്കെ, അതാണ് മറ്റൊരു ചോദ്യം. ഏജൻസി പ്രോബ്ലം അതിൻ്റെ കോഴ്സസ് അതിൻ്റെ തിയറി ഒന്ന് നോക്കണം കേട്ടോ. ഏജൻസി പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ഇനി നമ്മൾ നോക്കാനുള്ളത് ഏജൻസി തിയറി അങ്ങനെയും ചോദിക്കും. 2 വെയിറ്റേജിൻ്റെക്ക് ഏജൻസി തിയറി നോക്കണം. വലിച്ചു വാരി പഠിക്കാണ്ട് പിക്ക് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ ഏരിയാസിൽ നിന്നാണ് ഈ 3 പാർട്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. എന്താണ് ഫിനാൻസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ്, ദെൻ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ്സ്, അതിൽ വെൽത്ത് മാക്സിമൈസേഷൻ്റെ കൺസെപ്റ്റ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഫിനാൻസ് മാനേജർ റോൾസ് റെസ്പോൺസിബിലിറ്റീസ്. ഇത്ര ഏരിയാസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. പിന്നെ ഏജൻസി പ്രോബ്ലംസിനെ പറ്റിയിട്ടുള്ള ഏജൻസി തിയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ തിയറിയുടെ ഏരിയാസ് ഇതൊക്കെ കവർ ചെയ്യുക. ഇനി ചില സമയത്ത് മാത്രമാണ് ടൈം വാല്യൂ ഓഫ് മണിയിൽ നിന്ന്. ടൈം വാല്യൂ ഓഫ് മണി എന്താന്നുള്ള കൺസെപ്റ്റ് 2 വെയിറ്റേജിൻ്റെലേക്ക് വരാറുണ്ട്. പ്രോബ്ലം ചില സമയത്ത് 3 വെയിറ്റേജിൻ്റെ ഇടാറുണ്ട്, അല്ലെങ്കിൽ 2 വെയിറ്റേജിൻ്റെ വരണം. അതല്ലാണ്ട് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറില്ല. ചില സമയത്ത് മാത്രം. ഇത് നിങ്ങൾ അവസാനം നോക്കിയാലും മതി. ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്നുള്ളത് നോക്കിയോളൂ. പ്രസൻറ്റ് വാല്യൂ എന്താണ്, ആ ഒരു തിയറി കൺസെപ്റ്റ് നോക്കി വയ്ക്കുക. ദാറ്റ്സ് ഓൾ. അതല്ലാണ്ടൊന്നുമില്ല കേട്ടോ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 2. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എസ്ഐക്ക് വരാറുള്ളൊരു ടോപ്പിക്കാണ്. ബട്ട് PGക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ശരിക്കും വരുന്നില്ല. ലാസ്റ്റ് ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന്റെ തിയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് പ്രോബ്ലംസ് ഒന്നും ഇതിൽ നിന്ന് വരുന്നില്ല. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുള്ളതിന്റെ തിയറി നോക്കിയോളൂ. അപ്പോൾ അവസാനം മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ. എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഇവരിടുന്നില്ല ഇതിൽ നിന്ന് ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അവസാനം നോക്കിയാൽ മതി. ടൈമിൻ്റെ ബേസിൽ ഇതിൽ നിന്ന് ഇടുന്നില്ല. ഈ ഒരു എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ടെക്നിക്സ്, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലെ ആ ഒരു ടോപ്പിക്ക് തിയറി ആയിട്ട് മാത്രം മറ്റു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ. ഇതിൽ നിന്നാണ് NPV, പേ ബാക്ക് പീരീഡ് ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളൊക്കെ വരാറ്. ബട്ട് MCOMന് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഇടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ വലിച്ചു വാരി പറയുന്നില്ല. വന്നത് എന്താ, essay തിയറി ചോദ്യം ഒറ്റ പ്രാവശ്യം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. നെക്സ്റ്റ് തിയറി ചാപ്റ്റർ ആണ് സോഴ്സസ് ഓഫ് ലോങ് ടൈം ഫിനാൻസ്. ഇതിൽ നിന്ന് തിയറി ചോദ്യങ്ങൾ കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ അതിൽ സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്താണ്, ലോങ് ടൈം സോഴ്സസ്, അതുപോലെ തന്നെ ഷോർട്ട് ടൈം സോഴ്സസ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. ഇക്വിറ്റി ഷെയർസ്, സ്വെറ്റ് ഇക്വിറ്റി, അങ്ങനത്തെ സിമ്പിൾ തിയറി ചോദ്യം 2 വെയിറ്റേജിൻ്റെയിലേക്കോ 3 വെയിറ്റേജിൻ്റെയിലേക്കോ വരാറുണ്ട്. അത്രയ്ക്കുതന്നെയുള്ളൂ. അതിപ്പോൾ ഇക്വിറ്റി ഷെയർസ് എന്താണ്, അതിൽ പ്രിഫറൻസ് ഷെയർസ് എന്താണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണ്, ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള സിമ്പിൾ ടോപ്പിക്സാ. റൈറ്റ് ഷെയർസ്, സ്വെറ്റ്, ഇതൊക്കെ നോക്കി വയ്ക്കാം. അങ്ങനത്തെ എന്തെങ്കിലും ചോദ്യങ്ങൾ തന്നെ വരാറുള്ളൂ. മീഡിയം ടൈം ലോൺസ് എന്താണ്, ലോങ് ടൈം ലോൺസ് എന്താണ്, ഷോർട്ട് ടൈം, അങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതൊക്കെ അവസാനം നമുക്ക് ക്വിക്കായിട്ട് നോക്കി അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ലീസിങ് എന്താണ്, 2 വെയിറ്റേജിലെ തിയറി ലീസിങ്ങിനെ പറ്റിയിട്ടുള്ളത് കേട്ടോ.
തിയറിക്ക് ചോദിക്കാറുണ്ട്. അതിൽ ഫിനാൻഷ്യൽ ലീസ് എന്താണ്, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ്, തിയറിക്ക് പിടിച്ചോളൂ. തിയറി വരാറുണ്ട് ഇത് രണ്ടെണ്ണത്തിൻ്റെ കൺസെപ്റ്റ്. ദാറ്റ്സ് ഓൾ. ലീസിങ്ങിൻ്റെ തിയറി. ഫാക്ടറിങ് എന്താണ്, ഈ തിയറികൾ നോക്കി വെച്ചോളൂ കേട്ടോ. ലീസിങ് എന്താണ്, ഫാക്ടറിങ് എന്താണ്, 2 വെയിറ്റേജിൻ്റെ റിപ്പീറ്റ് ആണ്. ഇതൊക്കെ എന്താണെന്ന് മാത്രം, അല്ലാണ്ട് വെറുതെ നേരം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ലീസിങ് എന്താണ്, ഫാക്ടറിങ് എന്താണ്, സെക്യൂരിറ്റൈസേഷൻ, ഇത് നോക്കിക്കോളൂ. ഇതൊക്കെ 2 വെയിറ്റേജിൽ മാറി മാറി വരാറില്ല. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ലീസിങ്, സെക്യൂരിറ്റൈസേഷൻ, ഫാക്ടറിങ് നിർബന്ധമായും പഠിക്കുക. വലിച്ചു വരി പഠിക്കേണ്ട. ഓൺലി കൺസെപ്റ്റ് ഫോർ 2 വെയിറ്റേജ്. 2 വെയിറ്റേജിൻ്റെലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയാണ് ആ ഒരു ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററൊക്കെ ക്വിക്കായിട്ട് അവസാനിപ്പിക്കാൻ പറ്റും. ഈ മീഡിയം ടൈം, ലോങ് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം ഇതൊക്കെ എന്താണെന്ന് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് നോക്കാം 2 വെയിറ്റേജിലേക്ക്. ഈ 3-4 ടോപ്പിക്കിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരാറ്. വലിച്ചു വാരി പഠിച്ച് സമയം കളയരുത്, അതിനുള്ള സ്കോപ്പ് ഇല്ല. ദാറ്റ്സ് ഓൾ. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 4, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. 2 വെയിറ്റേജിൻ്റെലോ 3 വെയിറ്റേജിൻ്റെലോ എന്തായാലും ചോദ്യങ്ങൾ വരും. കഴിഞ്ഞ പ്രാവശ്യം എസ്സേ ഇട്ടത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് വീണ്ടും ഇടുമെന്നുള്ളത് അറിയില്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം പാർട്ട് എന്താണ് ബിയിൽ 3 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ് മസ്റ്റായിട്ട്. പിന്നെ 2 വെയിറ്റേജിൻ്റെ ചില സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം വരാറുണ്ട്, തിയറിയും വരാറുണ്ട്. പിന്നെ ഇതിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളതിൻ്റെ തിയറി വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ. പിന്നെ എസ് സാധാരണ ഇതിൽ നിന്ന് ഇടാറില്ല. കഴിഞ്ഞ പ്രാവശ്യം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം എസ്സേക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം പറഞ്ഞ 3 പാർട്ടിലും ഇതിൽ നിന്ന് ഇപ്പോൾ ഇട്ടു എന്നുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, തിയറി നോക്കുക. പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ആണ് കോസ്റ്റ് ഓഫ് ഡെറ്റ് കണ്ടുപിടിക്കാനുള്ളത്. ഇതിൻ്റെ തിയറി നോക്കിക്കോളൂ കേട്ടോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റിയിട്ടുള്ളത്. ദെൻ അതിനുശേഷം പ്രോബ്ലം ആണ് കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ പ്രോബ്ലം പഠിച്ചു വയ്ക്കുക. നിർബന്ധമായും എക്സാമിന് വരും, ഷുവറാണ്. ഏതെങ്കിലും പാർട്ട് എയിലോ ബിയിലോ. പിന്നെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിൽ പല മെത്തേഡ്സ് ഉണ്ട്, അത് കവർ ചെയ്ത് വെക്കുക. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഇതൊക്കെ ഷുവറായിട്ട് വരുന്നതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു പാർട്ട് എയിലോ ബിയിലോ. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി നിർബന്ധമായും നോക്കുക. അതിൽ CAPM പ്രോബ്ലം വരാറുള്ളതാണ്. ഡിവിഡൻഡ് ഈൽഡ് പ്ലസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ. CAPM നോക്കണം. ചില സമയത്ത് ഇത് തിയറിക്കും വരാറുണ്ട്. എന്താണ് CAPM? ഓക്കെ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് പറഞ്ഞിട്ട്. ദെൻ അതിനുശേഷമാണ് നിങ്ങൾ ലാസ്റ്റ് ഏരിയയിലോട്ട് പോകേണ്ടത്. അവിടെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അത് എസ്സേക്ക്. ദെൻ എസ്സേക്ക് മാത്രമല്ല, അതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ അത് 3 വെയിറ്റേജിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പാർട്ടിലും ചോദിക്കാൻ സാധ്യതയുള്ളത്, സ്കോപ്പുള്ള ഒരു ചാപ്റ്റർ ടോപ്പിക്കാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എസ്സേക്കും വരാം. ബുക്ക് വാല്യൂ, മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടുള്ള ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം എസ്സേക്ക് വന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ. പിന്നെ ലാസ്റ്റ് ഇതിൽ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അതായത് ഇത് 2 വെയിറ്റേജിൻ്റെ തിയറിക്ക് വരാം. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. മൂവിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ, എസ്സേ വരുന്ന. എസ്സേക്ക് എന്തെങ്കിലും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. ദെൻ 2 വെയിറ്റേജ് 3 വെയിറ്റേജിൻ്റെയിലേക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ചോദ്യങ്ങൾ, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, തിയറി നോക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് തിയറി. അതിപ്പോൾ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അങ്ങനെ പല ടൈപ്സ് ഇല്ല. അതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ ചോദിക്കാം. പെർമനൻറ്റ്, വാരിയബിൾ, അങ്ങനെ തിയറി. സിമ്പിളായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക് തിയറി നോക്കി വെച്ചോളൂ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്, കൺസെപ്റ്റ്. ഇതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം വരാറുണ്ട്. നിർബന്ധമായും പഠിക്കുക ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണ്. ദെൻ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് റിക്വയർമെൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ തിയറിക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. തിയറിക്ക് വേണ്ടി പഠിച്ചു വയ്ക്കുക, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം ആണ് എസ്സേക്ക് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എസ്സേ ആയിട്ട് നമുക്കൊരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എസ്സേ ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇതാ ഡിറ്റർമിനേഷൻ, പല മെത്തേഡുകൾ. ഇതാണ് ഈ ഒരു മെത്തേഡ് പ്രകാരമാണ് സാധാരണ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ലാണ്ട് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്, 2 മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്കൊരു എസ്സേ പ്രതീക്ഷിക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്
കണ്ടുപിടിക്കാൻ ആദ്യം പറഞ്ഞാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 2 മെത്തേഡും പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എസ്സേക്ക് 4 ഒരെണ്ണം അവർ മാറി മാറി ഇടാറ്. പിന്നെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും നേരത്തെ പറഞ്ഞുള്ള തിയറി ഏരിയാസും നോക്കാം. ഇനി ക്യാഷ് മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് 2 വെയിറ്റേജിൻ്റെ തിയറിക്കൊക്കെ. എന്താണ് മോട്ടീവ്സ് ഫോർ ഹോൾഡിംഗ് ക്യാഷ്, മാനേജ്മെന്റ് ഓഫ് ക്യാഷ് എന്താണ്, ക്യാഷ് മാനേജ്മെന്റ് 2 വെയിറ്റേജ് തിയറി ആയിട്ട്. അപ്പോൾ ആ രീതിയിലേക്ക് അത് പഠിച്ചു വയ്ക്കുക. പിന്നെ അതിനുശേഷം ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് നിങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ നിന്ന് തിയറി ലോഗ് ബോക്സ് സിസ്റ്റം എന്താണ് 2 വെയിറ്റേജ് തിയറി നിർബന്ധമായും പഠിക്കണം. റിപ്പീറ്റ് ആണ് കേട്ടോ. ലോഗ് ബോക്സ് സിസ്റ്റം 2 വെയിറ്റേജ് തിയറി. പിന്നെ നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ടത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. അതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട് 3 വെയിറ്റേജിൻ്റെ 2 വെയിറ്റേജിൻ്റെ EOQ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യം. അതാണ് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. ഇതൊക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വലിയ ചാപ്റ്റർ ആണെങ്കിലും വലിച്ചു വാരി പഠിക്കരുത്. വേണ്ടത് മാത്രം ഞാൻ പറഞ്ഞത് പിക്ക് ചെയ്ത് പഠിക്കുക. ഇൻവെന്ററി മാനേജ്മെന്റ്, അതിൽ EOQ, പിന്നെ ഡിഫറെൻറ്റ് ലെവൽസ് അതൊക്കെ നോക്കി വയ്ക്കാം. തിയറി ABCVD അതൊക്കെ നോക്കിയോ. JAT EOQൻ്റെ പ്രോബ്ലം വന്നിട്ടുണ്ട് ഇതിനായിട്ട് മുമ്പ് കേട്ടോ. അത് നോക്കാം. സ്റ്റോക്ക് ലെവൽസ് ഈസി അല്ലേ. അത് റിപ്പീറ്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, ചില സമയത്ത് മാറി ഇടുമ്പോൾ വരാറുണ്ടെന്ന് മാത്രം. റിപ്പീറ്റ് അല്ല, ബട്ട് പ്രതീക്ഷിക്കാം, ഈസിയാണ്. ABC എന്താന്നുള്ളത് നോക്കിക്കോളൂ. 2 വെയിറ്റേജ്. VD നോക്കണം, 2 വെയിറ്റേജ്. ഇതൊക്കെ ചെറിയ മാർക്കിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം. JAT 2 വെയിറ്റേജ്. മാനേജ്മെന്റ് ഓഫ് റിസീവബിൾസ് എന്താണെന്ന് മാത്രം നോക്കാം. ദാറ്റ്സ് ഓൾ. ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. അതല്ലാണ്ട് ഇനി വേറെ ഒന്നും ഇതിൽ നിന്ന് വരാറില്ല. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ വലിച്ചു വാരി പഠിച്ച സമയം കളയരുത്. ഇതൊന്നും വേണമെങ്കിൽ നോക്കി വയ്ക്കാം. ഈ ടൈപ്പ് പ്രോബ്ലം ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം, അത് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ഒരു വലിയ ചാപ്റ്ററാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുകൊണ്ട് ഞാൻ പറയും ഇത് നിങ്ങൾ ഫൈനലി ലാസ്റ്റ് ടൈമിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കഴിയില്ല. സോഴ്സസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ തിയറിക്ക് നോക്കാം. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ വേണ്ടത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ ഫാക്ടേഴ്സ്, തിയറി, റിക്വയർമെൻറ്റ്സിൻ്റെ പ്രോബ്ലം, പിന്നെ ഇൻവെന്ററി മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ്, പിന്നെ ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ തിയറി. ഓക്കെ, ലോഗ് ബോക്സ് സിസ്റ്റം. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. ഈസി ടോപ്പിക്. നമുക്ക് 3 പാർട്ടിൽ, ചിലപ്പോൾ വരാം, മിനിമം 2 പാർട്ടിൽ പ്രതീക്ഷിക്കാം. ലിവറേജ് അനാലിസിസ് തിയറി നിർബന്ധമായും പഠിക്കണം. 3 ലിവറേജും എന്താണെന്നുള്ളതിൻ്റെ തിയറി, പിന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്, ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഇത് നോക്കണം. ഇതിൻ്റെ പ്രോബ്ലം മസ്റ്റായിട്ട് പഠിക്കണം. 2 വെയിറ്റേജിൻ്റെ ലോ, 3 വെയിറ്റേജിൻ്റെ ലോ മാറി മാറി ഇടാറുണ്ട്. അപ്പോൾ 3 ലിവറേജിൻ്റെയും തിയറിയും പഠിക്കുക. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 വെയിറ്റേജിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ഇടാറുണ്ട്. അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രോബ്ലം വരാറുണ്ട്. കമ്പൽസറി ആണ് കേട്ടോ പ്രോബ്ലം. 3 ലിവറേജിൻ്റെ അതിനെ പറയാനുള്ളതിൽ ഇതിൽ നിന്ന് 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളാണ് സാധാരണ വരാറ്. നമുക്കപ്പോൾ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ 3 വെയിറ്റേജിൻ്റെ ഫുൾ മാർക്ക് അടിക്കാം. അങ്ങനത്തെ ചോദ്യങ്ങളാണ് ലിവറേജിൻ്റെ പ്രത്യേകത, അതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ലിവറേജ്. മൂവിങ് ടു ചാപ്റ്റർ നമ്പർ 7. ചാപ്റ്റർ നമ്പർ 7 ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. കാരണം ഇതിൽ നിന്ന് എസ്സേ ഇടുന്നുണ്ട്. നെറ്റ് ഇൻകം അപ്രോച്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് മാറി മാറി ഇടുന്നുണ്ട്. പിന്നെ തിയറിയും. ഇപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്താണ്, അണ്ടർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, ഓവർ ക്യാപിറ്റലൈസേഷൻ എന്താണ്, തിയറി ഇടുന്നുണ്ട്. നോക്കി വയ്ക്കുക. കണ്ടോ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ, ഓവർ ക്യാപിറ്റലൈസേഷൻ, അതിൻ്റെ തിയറി നോക്കി വയ്ക്കുക. പിന്നെ സാധാരണ ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് നോക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ് കൺസെപ്റ്റ്, പിന്നെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ്, പിന്നെ
നെക്സ്റ്റ് ഞാൻ പറഞ്ഞു പ്രോബ്ലം ആണ്. അതിൽ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഇൻഫ്ലുവൻസിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് തിയറി പഠിച്ചു വയ്ക്കുക കേട്ടോ. 3 വെയിറ്റേജിൻ്റെ ലോ 5 വെയിറ്റേജിൻ്റെ ലോ നമുക്ക് പ്രതീക്ഷിക്കാം. എസ് എ ആയിട്ടോ ഇടാം, അതിനുള്ള സ്കോപ്പ് ഉണ്ട്. എസ് എക്കും ഇടാം, അതുപോലെ തന്നെ 3 വെയിറ്റേജിലേക്ക് ഇടാം. നിർബന്ധമായും പഠിക്കുക ഫാക്ടേഴ്സ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെയാണ് ഇതിൻ്റെ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് ഇതിൽ നിന്ന് ഒരു തിയറീനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം എസ് ഇടുന്നുണ്ട്. നെറ്റ് ഇൻകം തിയറിയോ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഉണ്ട്, ട്രഡീഷണൽ ഉണ്ട്, ഉണ്ട്. അപ്പോൾ ഇതിൽ നെറ്റ് ഇൻകം തിയറീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ അതുകൊണ്ട് തന്നെ 4 എസ്സയിൽ ഒരെണ്ണമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇതിനേക്കാളും എളുപ്പം സ്കോർ ചെയ്യാൻ ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പമാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഡിവിഡൻഡ് ഡിസിഷൻ്റെ പ്രോബ്ലം ഇതിലും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ നെറ്റ് ഇൻകം അപ്രോച്ചിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ കൂടുതൽ അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ ഇതിലെ 2 എണ്ണത്തിലെ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ എസ് എക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഈ 4 തിയറീസ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം വെച്ചിട്ടുള്ളത് വരാം. പിന്നെ എന്താണ് അതിൻ്റെ ആളുടെ കോൺട്രിബ്യൂഷൻ, ഇറലവൻസ് തിയറി, അതൊന്ന് നോക്കി വെച്ചോളൂ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്റർ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ. അപ്പോൾ ബേസിക് തിയറി നോക്കുക, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ തിയറി നോക്കുക, പിന്നെ തിയറീസിൽ ഏതെങ്കിലും ഒരു തിയറി, നെറ്റ് ഇൻകം അപ്രോച്ചോ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചോ ആണ് ഞാൻ കൂടുതൽ NOI കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. മൂവിങ് ടു ലാസ്റ്റ് ടോപ്പിക്, ഡിവിഡൻഡ് ഡിസിഷൻ. എസ് എക്ക് കമ്പൽസറി ആയിട്ട് ഇടുന്നുണ്ട്. ദെൻ 2 വെയിറ്റേജിൻ്റെ ഒരു തിയറി ചോദ്യം ഇടുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൽ നിന്ന് കൂടുതൽ കണ്ടുവരുന്നത്. പിന്നെ തിയറി വേണമെങ്കിൽ 3 വെയിറ്റേജിൽ ഇടാം. 2 പാർട്ടിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ട്, എസ് എ ആൻഡ് 2 വെയിറ്റേജ്. അപ്പം എന്താണ് ഡിവിഡൻഡ് പഠിച്ചതിന് ശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡിൽ ഏതെങ്കിലും ഒരെണ്ണം വരുന്നുണ്ട്. സ്റ്റോക്ക് ഡിവിഡൻഡ്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, ക്യാഷ് ഡിവിഡൻഡ്, അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ തിയറി ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഡിവിഡൻഡ് പോളിസി എന്താണെന്ന് പഠിച്ചതിന് ശേഷം ഈ ഒരു ടോപ്പിക്ക് ഫാക്ടേഴ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി. ഏതെങ്കിലും ഒരു ഫാക്ടറാണ് പലപ്പോഴും തിയറി ആയിട്ട് 3 വെയിറ്റേജിൻ്റെ ലോ അതുപോലെ തന്നെ എസ് എക്ക് അവർ ഇടുന്നത്. അത് നമ്പർ 1 എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഡിസിഷൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഫാക്ടേഴ്സ്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫാക്ടേഴ്സ്. ഈ 3 എണ്ണം മാറി മാറി ഇടാറുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ബേസിക് തിയറി. അപ്പോൾ ഈ 4 തിയറി ടോപ്പിക്സിലെ ഏതെങ്കിലും ഒരെണ്ണമാണ് എസ് എക്ക് അവർ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ്റെ പ്രോബ്ലം ഇട്ടിട്ടില്ലെങ്കിൽ അവർ ചിലപ്പോൾ തിയറി ആവും ഇടാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട തിയറി. ഇനി ലാസ്റ്റ് ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി തിയറി 2 വെയിറ്റേജ് കേട്ടോ. ഒപ്റ്റിമൽ ഡിവിഡൻഡ് പോളിസി പിന്നെ ഡിവിഡൻഡ് തിയറീസ് ആണ്. ഇതിലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ആണ്, ഒരു തിയറിയുടെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം ആണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് MMനേക്കാൾ കൂടുതൽ അവർ ഇടുന്നത് അത് കഴിഞ്ഞിട്ടുള്ള 2 പേരുടെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ വാട്ടേഴ്സ് ഡിവിഡൻഡ് മോഡൽ നമ്പർ 1 നിർബന്ധമായും ഫോക്കസ് കൊടുക്കുക. എസ് എക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വാട്ടർ കഴിഞ്ഞാൽ ഗോർഡനാണ്. ഇപ്പോൾ വാട്ടേഴ്സോ ഗോർഡനോ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ പേപ്പറിലും വരുന്നതാണ് വാട്ടറോ ഗോർഡനോ. അങ്ങനെ ഇടുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തിയറി നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു കഥ. നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് പോകേണ്ടത് നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒന്നുകൂടിയും പറയാം. നിങ്ങൾ നിർബന്ധമായും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ പറയാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, 2ാമത് ലിവറേജ്, 3ാമത് ഡിവിഡൻഡ് ഡിസിഷൻ, എസ് അവിടെ കിട്ടി. ദെൻ 4ാമത് നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ, 5ാമത് ക്യാപിറ്റൽ സ്ട്രക്ചർ, 6ാമത് ഫസ്റ്റ് ചാപ്റ്റർ തിയറി, 7ാമത് ലോങ് ടൈം സോഴ്സ്, ലാസ്റ്റ് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലോട്ട് കിടക്കുക. ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യുക. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ മിനിമം പഠിക്കേണ്ടത് ഏതൊക്കെയാണ്?
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, ഡിവിഡൻഡ് ഡിസിഷൻ. പിന്നെ ഞാൻ പറയും വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ സമയമില്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കുക. 2 essay കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മൊത്തം കഥ. ഇനി ഇതിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള അഡീഷണൽ വീഡിയോസ്, സ്മാർട്ട് സ്റ്റഡി വീഡിയോസുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.